നമസ്കാരം. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ പുതിയതായി വരാൻ പോകുന്ന ഒരു പാറക്കോറിയുടെ അനുമതിക്ക് വേണ്ടിയുള്ള ഹിയറിംഗ് ഇന്നലെ ചടയമംഗലത്ത് നടന്നു. അതിൽ കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് AR റിയാസും അതുപോലെ തന്നെ പൂങ്കോട് വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് ഉഷാ ബോസും ആ ഹിയറിംഗിന്റെ അവസാനം ഭാഗം വരെയും പാറക്കോറിക്കെതിരായും കോറി അനുമതി കൊടുക്കരുതെന്നും എന്ന നിലപാട് സ്വീകരിക്കാനുണ്ടായത്. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പേര് പറഞ്ഞ് രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു അപക്വതമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആ വൈസ് പ്രസിഡന്റ് ഭാഗത്തു നിന്നുണ്ടായി. മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ ശ്രീ PR സന്തോഷ്, ബ്ലോക്ക് പ്രസിഡന്റ് എന്ന നിലയിൽ ശ്രീ PR സന്തോഷ് അവർ ഈ സ്റ്റേറ്റ്മെന്റിനെതിരെ അവർക്കായി എന്ത് നടപടിയാണ് പാർട്ടി സ്വീകരിക്കുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MM നസീർ അവരുടേതാണ്. ഈ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനനായ പാർട്ടി നേതാവാണ്. ബഹുമാനായ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ AR റിയാസും ബഹുമാനായ കോൺഗ്രസിന്റെ KPCC ജനറൽ സെക്രട്ടറി ശ്രീ MM നസീർ അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട മീറ്റിംഗിൽ വളരെ വിപുലമായി കോരേടം കോറിയെ പറ്റി നമ്മൾ സംസാരിക്കുകയുണ്ടായി. മാർക്സിസ്റ്റ് പാർട്ടിയുടെയും CPIയുടെയും ഇരട്ടത്താപ്പ് അവിടെ ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. ഈ കോറിക്ക് അനുമതി കൊടുക്കുവാൻ വെമ്പുന്ന തരത്തിലുള്ള പഞ്ചായത്തിന്റെ നിലപാടുകൾ നമ്മൾ കാണുകയുണ്ടായി. ഇന്നലത്തെ ഹിയറിംഗിൽ പോലും പഞ്ചായത്ത് പ്രസിഡന്റ് ആൾ പറഞ്ഞത് ഞങ്ങൾക്കൊരു തെറ്റുപറ്റി എന്നാണ് അവർ അതിൽ പറഞ്ഞത്. ആ നിലപാടടക്കമുള്ള കാര്യങ്ങൾ മുൻപ് ഞങ്ങൾ കോൺഗ്രസ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഐകകണ്ഠേന മുഴുവൻ പ്രവർത്തകരും ഈ നിങ്ങൾ പരാമർശിക്കപ്പെട്ട ശ്രീമതി ഷജീല അടക്കമുള്ള ആളുകൾ കൂടിയ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്പൂർണ്ണ സമ്മേളനത്തിലെ ഉചിതമായ തീരുമാനം കോറിക്കെതിരായ അതിശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്നത്തെയും ഇന്നത്തെയും എപ്പോഴത്തെയും നിലപാട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രഖ്യാപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അവിടെ പാർട്ടിയുടെ ശബ്ദമായി അവിടെ പറഞ്ഞ് കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗങ്ങൾ, കോൺഗ്രസിന്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഒരാളല്ല, ശ്രീ വടക്കതിൽ നാസർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റാണ്, അദ്ദേഹം അവിടെ പങ്കെടുത്തിരുന്നു. അങ്ങനെയുള്ള മുഴുവൻ ആളുകളും പങ്കെടുത്ത് അഭിപ്രായം രേഖപ്പെടുത്തി കോൺഗ്രസ് നിലപാട് പറഞ്ഞപ്പോൾ അതിനെതിരായി കോൺഗ്രസിന്റെ ഭാരവാഹികൾ ആരെങ്കിലുമൊക്കെ നിലപാട് എടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പാർട്ടി പരിശോധിക്കും. പാർട്ടിക്ക് അത് സംബന്ധിച്ച് പരാതി ലഭിച്ചിട്ടുണ്ട്. പാർട്ടി അത് സംബന്ധിച്ച് ഷോക്കോസ് നോട്ടീസ് പറഞ്ഞിരിക്കുന്ന ശ്രീമതി ഷജീലയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടി. അവരുടെ മറുപടി കൂടി കേട്ട് പാർട്ടി ഉചിതമായ നടപടി അക്കാര്യത്തിൽ തീരുമാനിക്കും. ഒരു കാരണവശാലും ഈ കാര്യത്തിൽ ഞങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ടോ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടോ ഈ സമരത്തെ പൊളിക്കുവാൻ CPMഉം CPIയും വിചാരിക്കുന്ന രീതിയിലുള്ള നടപടികൾ നടത്താൻ കോൺഗ്രസ് അനുവദിക്കില്ല. അതിശക്തമായ സമരപരിപാടിയുമായി, പോരേടത്തെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന സമരപരിപാടിയായി കോൺഗ്രസ് മുന്നോട്ട് പോകും.